ദൈവത്തിൻ്റെ ത്രിയേക നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം 1 ശമൂവേൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 1 അധ്യായം 28 വാക്യം. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. സൃഷ്ടാവായ ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ പ്രവർത്തനങ്ങളെ ഇന്നത്തെ വായനാഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദുഃഖത്തിൽ നിന്നുള്ള പ്രാർത്ഥന, അതിന് ദൈവം നൽകുന്ന മറുപടി, തുടർന്ന് ദൈവത്തിൻ്റെ വിളി, ഇവയാണ് ഈ അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. തീവ്രമായ വേദനയിൽ നിന്നുള്ള ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ശമൂവേൽ എന്ന മറുപടി ദൈവം നൽകുന്നു. മാത്രമല്ല, ദൈവഹിതപ്രകാരം വളർത്തിക്കൊണ്ടുവരുന്ന ശമൂവേലിനെ ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നു. മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ അപൂർണമാണെങ്കിലും ദൈവം തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദുഃഖത്തിൽ ദൈവത്തെ തേടുന്ന ഹൃദയം. ഹന്നായ്ക്ക് മക്കളില്ലാതിരുന്നത് അവളെ വളരെയേറെ വേദനിപ്പിച്ചു. എങ്കിലും സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുന്നതിലും അവന് യാഗം കഴിക്കുന്നതിലും ആണ്ടുതോറും ശീലോവിലേക്ക് പോകുന്നതിലോ ആ കുടുംബം ഒരിക്കലും വീഴ്ച വരുത്തിയിരുന്നില്ല. മാത്രവുമല്ല, തൻ്റെ ഭവനത്തിലും പ്രതികൂല സാഹചര്യത്തിലായിരുന്നു ഹന്ന ജീവിച്ചിരുന്നത്. എന്നാൽ അവളുടെ ഒരു വലിയ പ്രത്യേകത, തൻ്റെ ദുഃഖം മറ്റുള്ളവരോട് അഥവാ മനുഷ്യരോട് പറയുന്നതിന് പകരം അവൾ ദൈവസന്നിധിയിൽ പകരുവാനിടയാകുന്നു. കൂടാതെ അവൾ കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവത്തോട് അപേക്ഷ കഴിച്ചു പോരുകയായിരുന്നു എന്ന് തിരുവചനത്തിൽ നിന്നും നാം കാണുന്നു. നമ്മുടെയും ജീവിതത്തിൽ നിരാശകൾ വന്നേക്കാം, പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാൽ അതിൽ തകർന്നു പോകാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ദൈവം ഹന്നയെപ്പോലെ നമ്മെയും മാനിക്കും. രണ്ടാമതായിട്ട്, സന്തോഷത്തിൽ സമർപ്പണമേകുന്ന ഹൃദയം. തൻ്റെ ദുഃഖത്തിന് ദൈവം ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ നൽകുന്നു. അങ്ങനെ ദൈവം നൽകിയ കുഞ്ഞിനെ തൻ്റെ സ്വാർത്ഥതയ്ക്കായി മറച്ചു പിടിക്കുവാൻ ഹന്ന തയ്യാറായില്ല. അവൾ ദൈവത്തോട് പറഞ്ഞ തീരുമാനത്തിൻ പ്രകാരം തൻ്റെ സന്തോഷത്തെ ദൈവത്തിനു തന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം പലപ്പോഴും സന്തോഷത്തിൽ ഒഴിവു കഴിവുകൾ തേടുന്നവരാണ്. എന്നാൽ അതിന് ഹന്ന നമുക്കൊരു മാതൃകയും വെല്ലുവിളിയും തന്നെയാണ്. തൻ്റെ അരുമ പൈതലിനെ മതിയാവോളം കാണുന്നതിന് മുമ്പേ മുലകുടി മാറിയപ്പോൾ തന്നെ ദൈവത്തിനായി സമർപ്പിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടേതെന്ന് പറഞ്ഞ് അടക്കി പിടിച്ചു വച്ചിരിക്കുന്നതിനെയും സമർപ്പിക്കുവാൻ കഴിയുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഹന്നയെപ്പോലെ നമ്മുടെ ഹൃദയവും വിശാലതയുള്ളതാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഹന്നയെപ്പോലെ ദുഃഖത്തിലും അങ്ങയെ തേടുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം ഞങ്ങൾക്കുള്ളവയെ ഉള്ളു തുറന്ന് തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.